ബ്രസ്റ്റ് ഫീഡിങ് നിർത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊരു 2-3 മാസം എടുത്ത് പതുക്കെ നിർത്തുന്നതാണ് നല്ലത്. ഒറ്റ അടിക്ക് നിർത്തി കഴിഞ്ഞാൽ കുഞ്ഞിനും അമ്മയ്ക്കും അത് വളരെ സ്ട്രെസ് ഉണ്ടാക്കും. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ ടൈം ഫീഡിംഗ് ആണ് കുറയ്ക്കേണ്ടത്. പകൽ സമയത്ത് കുഞ്ഞിന് അധികം നിർബന്ധമില്ലാത്ത ഏതെങ്കിലും ഒരു ഫീഡ് ആദ്യം സ്റ്റോപ്പ് ചെയ്യുക. 2-3 ദിവസം കഴിയുമ്പോൾ പിന്നെ ഒരു ഫീഡും കൂടെ സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെ പതുക്കെ പതുക്കെ ഡേ ടൈമിലെ ഫീഡിങ്ങിൻ്റെ പകൽ സമയത്തുള്ള മുലയൂട്ടലിൻ്റെ തവണകൾ കുറച്ച് കൊണ്ടുവരിക. ആ ഫീഡിങ്ങുകൾ തമ്മിലുള്ള ഗ്യാപ്പ് കൂട്ടി കൂട്ടി കൊണ്ടുവരിക. അപ്പോൾ ഈ ഒരു സമയത്ത് കുഞ്ഞിൻ്റെ ശ്രദ്ധ തിരിക്കാനായിട്ട് പുതിയ കളിപ്പാട്ടങ്ങൾ കൊടുക്കാം, കഥ പറഞ്ഞു കൊടുക്കാം, ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കാം, പുറത്തു കൊണ്ടുപോകാം, ഇതൊക്കെ ചെയ്യാം. അപ്പോൾ ഡേ ടൈം ഫീഡിങ് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെയുള്ളത് നൈറ്റ് ടൈം ഫീഡിങ് ആണ്. അത് ഇച്ചിരി പാടാണ്. കാരണം മിക്ക കുട്ടികളും പാല് കുടിച്ചിട്ടാണ് ഉറങ്ങുക, അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കഴിയുമ്പോൾ അവർക്ക് പാല് വേണമെന്ന് തോന്നും. അപ്പോൾ നൈറ്റ് ടൈം ഫീഡിങ്ങിന് ചെയ്യാൻ പറ്റുന്നത് ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിന് നന്നായിട്ട് ഭക്ഷണം കൊടുത്തിട്ട് കിടത്തി ഉറക്കുക. അതുപോലെ തന്നെ അമ്മ ചേർത്ത് കിടത്തി കഥ പറഞ്ഞു കൊടുക്കുകയോ പതുക്കെ ബാക്ക് റബ്ബ് ചെയ്ത് കൊടുത്തോ, അല്ലെങ്കിൽ അമ്മയെ പോലെ തന്നെ ക്ലോസ് ആയിട്ടുള്ള മറ്റൊരാളുടെ അടുത്ത് കിടത്തി ഉറക്കുകയോ ഒക്കെ തന്നെ ചെയ്യാം. ഇടയ്ക്ക് ഉണർന്ന് പാല് ഡിമാൻഡ് ചെയ്യുമ്പോൾ വെള്ളം കൊടുക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് കുഞ്ഞ് വളരെ സ്ട്രെസ്ഡ് ആയിരിക്കും. അപ്പൊ വീട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും സഹകരണം ഈ ഒരു സമയത്ത് അമ്മയ്ക്കും കുഞ്ഞിനും ഒപ്പം ഉണ്ടെങ്കിൽ ഈ ട്രാൻസിഷൻ സമയം കുറച്ചുകൂടെയൊക്കെ നമുക്ക് എളുപ്പമാക്കാൻ പറ്റും.